കേരളത്തെ നടുക്കിയ 2018 മഹാപ്രളയം വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും ശക്തമായ ചർച്ചയായി മാറുകയാണ്. ആയിരക്കണക്കിന് ജീവിതങ്ങളെ ബാധിക്കുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഘടനയെ തകർക്കുകയും ചെയ്ത ഈ ദുരന്തം പ്രകൃതിയുടെ ക്രൂരതയോ മനുഷ്യ ഇടപെടലുകളുടെ ഫലമോ എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. പുതിയ ആരോപണങ്ങളും പഴയ കണ്ടെത്തലുകളും ചേർന്ന് പ്രളയത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും ശക്തമാകുകയാണ്. 2018 മഹാപ്രളയം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 500-ലേറെ ആളുകൾ മരണപ്പെട്ടു, ലക്ഷക്കണക്കിന് പേർ വീടൊഴിഞ്ഞു. വൻ സാമ്പത്തിക നാശനഷ്ടമാണ് സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പ്രളയത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. അസാധാരണമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും പ്രധാന കാരണങ്ങളാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുമ്പോൾ, ഡാമുകൾ കൈകാര്യം ചെയ്ത രീതി, ജലസേചന നിയന്ത്രണത്തിലെ വീഴ്ചകൾ എന്നിവയും പ്രളയത്തിന്റെ തീവ്രത കൂട്ടിയെന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ചില വിദഗ്ധരും പഠനങ്ങളും പ്രളയത്തിൽ മനുഷ്യനിർമ്മിത ഘടകങ്ങൾ ഒരു പരിധിവരെ പങ്ക് വഹിച്ചിരിക്കാമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പരിശോധനകളിൽ ഡാം മാനേജ്മെന്റിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള അന്തിമ നിഗമനം ഇപ്പോഴും പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ രാഷ്ട്രീയ രംഗത്ത് പുതിയ ആരോപണങ്ങളും ശക്തമാകുകയാണ്. പ്രളയം കൈകാര്യം ചെയ്ത രീതിയിൽ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായെന്ന വിമർശനങ്ങൾ ഉയരുമ്പോൾ ഭരണകൂടം ഇത് നിഷേധിക്കുകയും അതിവിശാലമായ മഴയും പ്രകൃതി ദുരന്തവുമാണ് പ്രളയത്തിന് കാരണമെന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. പിണറായി വിജയൻ നേതൃത്വം നൽകിയ സർക്കാർ അന്നത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസ നടപടികൾക്കും വ്യാപകമായ പ്രശംസ നേടിയതും ശ്രദ്ധേയമാണ്. ഡാമുകൾ തുറന്നുവിടൽ, സമയക്രമം, മുന്നറിയിപ്പുകളുടെ കാര്യക്ഷമത, ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ തയ്യാറെടുപ്പ് എന്നിവയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച തുടരുകയാണ്. 2018 മഹാപ്രളയം കേരളത്തിന് വലിയ പാഠങ്ങളാണ് നൽകിയിരിക്കുന്നത്. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുമ്പോഴും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംവിധാനം അനിവാര്യമാണ് എന്നതാണ് വ്യക്തം. കേരളത്തിന്റെ വികസനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഈ ചർച്ചകൾ നിർണായകരമാകുന്നു.